ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവ്സാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കാം, അക്കൗണ്ടൻസ് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ മെയിൻലി ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് കണ്ടെത്തുന്നത് ഈ ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ്. Trading account is a financial statement that shows the gross profit or loss of a business comparing sales revenue with the cost of goods sold. അപ്പോൾ ഡയറക്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് ബിസിനസ്സായിട്ട് വരുന്ന എക്സ്പെൻസാണ് ചെയ്യുന്നത്, സെറ്റ് ഓഫ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ സെയിൽസ്, പർച്ചേസ്, പിന്നെ ക്യാരേജ് ഇൻവേർഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ഗ്രോസ് പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ട്രേഡിംഗ് എഫിഷ്യൻസി പറയും. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുള്ളൂ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് വരുന്നതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മുടെ ഓൾറെഡിയുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെ പർച്ചേസ്, അതിൽ നിന്ന് ലെസ് പർച്ചേസ് റിട്ടേൺ. പിന്നെ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്, വേജസ്, ഫാക്ടറി എക്സ്പെൻസ്, പിന്നെ റോയൽറ്റി. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, പിന്നെ ക്ലോസ് സ്റ്റോക്ക്. പിന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രോസ് ഇവിടെ വരും. ഗ്രോസ് ലോസ് ആണെങ്കിൽ ഈ ഗ്രോസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇതാണ് മെയിൻലി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് നമ്മൾ നോർമലി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇപ്പുറത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും എല്ലാ എക്സ്പെൻസും അക്കൗണ്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ബൈ ഡിഡക്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഫ്രം ദ ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ച് കിട്ടുമ്പോഴാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അറിയാം, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ വരും, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് വരും. അപ്പോൾ പിന്നെ തന്നെ അതർ ഇൻകം, ഡിസ്കൗണ്ട്, കമ്മീഷൻ, പിന്നെ ബാങ്ക് ഇൻട്രസ്റ്റ്, പിന്നെ റെൻ്റൽ ഇൻകം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അബ്നോർമൽ ഗെയിൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ നെറ്റ് ലോസ് ആണെങ്കിൽ അത് ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്യും. അത് ക്ലോസിംഗ് ബാലൻസ് ആണ് വരുന്നത്. എക്സ്പെൻസ് ആയിട്ട് വരുന്നത് സാലറീസ്, റെൻറ്റ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ടെലിഫോൺ ചാർജസ്, പോസ്റ്റേജ്, ഓഡിറ്റ് ഫീസ്, അങ്ങനെ എല്ലാ ചിലവും വരും. ഡിപ്രീസിയേഷൻ എല്ലാം വരും. സാലറീസ്, അഡ്വർടൈസ്മെൻറ്റ്, എല്ലാ സംഭവം വരും. എന്നിട്ട് ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അടുത്തതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസോൾവൻസി ആണെങ്കിൽ നമ്മുടെ അസറ്റ് എന്തോരമുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് ബാലൻസ് ഷീറ്റ് വഴിയാണ്. ബാലൻസ് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിൽ അസറ്റും ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസുമാണ്. ഫസ്റ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ബിൽസ് റിസീവബിൾ, സെൻട്രൽ ഡെപ്റ്റർ ഉണ്ടെങ്കിൽ അത്, സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, ഇത് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്. ഡെബിറ്റ് സൈഡിൽ ബിസ് പേബിൾ, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ലോൺസ്, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, പിന്നെ റിസർവ് ആൻഡ് സർപ്ലസ്, ക്യാപിറ്റൽ. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിനൊപ്പം ആഡ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ ലോസ് കാണിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അത് മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് മനസ്സിലാക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നത് ബാലൻസ് ഷീറ്റ് വഴിയാണ്. ഇത് മെയിൻലി മാച്ചിങ് പ്രിൻസിപ്പിളാണ് ഗവേൺ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കൺസെപ്റ്റിന്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താനാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് അതിൻ്റെ ഒപ്പം ആഡ് പർച്ചേസ് ചെയ്യുക, ആഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്യുക, എന്നിട്ട് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു നോക്കുക. പിന്നെയുള്ളതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി എക്സ്പെൻസ് വന്നു, പക്ഷേ നമ്മളത് പേ ചെയ്തിട്ടില്ല. പക്ഷേ അത് നമ്മൾ അക്യൂറൽ കൺസെപ്റ്റ് പ്രകാരം ഓൾറെഡി ഏത് ഫിനാൻഷ്യൽ ഇയറാണോ അക്യൂർ ആയത് അത് ആ ഫിനാൻഷ്യൽ ഇയർ തന്നെ അക്കൗണ്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് കാണിക്കും, ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി എക്സ്പെൻസ് മുൻകൂറായിട്ട് അടച്ചു. അപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് കാണിക്കും. എന്നിട്ട് അസറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റ് കാണിക്കും, പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞ് കാണിക്കും. പിന്നെ ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് മെയിൻലി നോക്കി വെക്കണം. ബാഡ് ഡെപ്റ്റ്സ് ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുക, എന്നിട്ട് ഡെപ്റ്ററിൽ നിന്ന് കുറച്ച് കാണിക്കും. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഇത് തന്നെ ഡെപ്റ്ററിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കും.
ഡിപ്രിസിയേഷൻ നമ്മൾ കാണിക്കുന്നിട്ട് അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഓപ്പണിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുക്സ് ക്ലോസ് ചെയ്തു, അപ്പോൾ പിന്നത്തെ വർഷത്തേക്ക് നമുക്ക് അസറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ അസറ്റിൻ്റെ ബാലൻസാണ് ഓപ്പണിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞ് വരുന്നത്. ഒരു പുതിയ ഫിനാൻഷ്യലിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് വരുന്ന ഓപ്പണിംഗ് എൻട്രീസിനെയാണ് ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞത്. ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്യാൻ നേരത്ത് നമ്മൾ എക്സ്പെൻസ് റവന്യൂ ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് ഇതിനെയാണ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനുള്ളത്. ഇത് അക്കൗണ്ടൻസിലെ ബേസിക്സ് ആണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇതെല്ലാം ചെയ്ത് നോക്കുക. മാക്സിമം ആ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിച്ചു വെക്കുക. ഈ ഒരു ടേബിൾ മനസ്സിലാക്കിയിട്ട് ഇതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുക. അത് നമുക്ക് ക്വസ്റ്റ്യൻസായിട്ട് ചെയ്യാം.